ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. വലിയ വ്ളോഗെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നാട്ടിലോട്ട് പോവാണ് കേട്ടോ. 19-നായിരുന്നു നമ്മൾ ട്രെയിനിന് കയറിയത്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നതും തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് റീച്ച് ആവുന്നതുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരുങ്ങുന്നതും എടുക്കുന്നതും ഒന്നും ഇറങ്ങുന്നതും ഒന്നും നമ്മൾ വീഡിയോ പിടിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് ധൃതിയായിരുന്നു. നമുക്ക് നൈറ്റിലേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം എടുക്കണമായിരുന്നു. കുഞ്ഞുമണീസിനെ ഒരുക്കുന്നതും എല്ലാം കൂടെ നല്ല പാടായിരുന്നു കേട്ടോ. കറക്റ്റ് വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി വരുമ്പോഴാണ് നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ക്യാബിലാണ്. അപ്പോൾ അതേ നിങ്ങൾ കണ്ടില്ല, ഞാനൊരു ആ സൈഡ് പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. നമ്മളൊരു 15-20 മിനിറ്റ് ട്രാഫിക്കിൽ കടന്നതിന് ശേഷം നമ്മുടെ വണ്ടി നീങ്ങിയപ്പോൾ അങ്ങേ സൈഡിൽ വന്നിരിക്കുന്ന ട്രാഫിക്കാണ് കേട്ടോ. എന്തുമാത്രം ദൂരം ഉണ്ടായിരുന്നു അറിയാം. കുറേ നേരം പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനതങ്ങ് വിട്ടു കേട്ടോ. ഏകദേശം 9 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ സ്റ്റേഷനിലേക്ക് പോകാൻ. എന്നിട്ട് തന്നെ ഞങ്ങൾ എടുത്ത ടൈം ഒരു 1 hour 15 minutes കൂടുതലാണ്. നമ്മൾ 5:30 ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡ്രൈവർ തന്നെ പറഞ്ഞു, ഇത് കുറവാണ്, സാധാരണ ഇത് കൂടുതലൊക്കെ ടൈം നമ്മളൊരു ട്രാഫിക്കിൽ കിടക്കേണ്ടി വരാറുണ്ട്, ഇതിപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നു എന്ന് അവർ പറഞ്ഞു കേട്ടോ. നമ്മുടെ അവിടുത്തെ ആൾക്കാരും നമ്മളോട് പറഞ്ഞായിരുന്നു നല്ല ട്രാഫിക്കാണ്, നേരത്തെ ഇറങ്ങണമെന്നൊക്കെ. അപ്പോൾ ഈ ട്രാഫിക്കിലൊക്കെ പെട്ടപ്പോൾ കുഞ്ഞുമണീസ് ഓരോരുത്തർ മാറി എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നാണ് ഞങ്ങൾ അവിടെ വരെ ചെന്നത്. ഇത് പറഞ്ഞാൽ ഞാനും ഒരു പരുവമായിരുന്നു. കാരണം ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഒരു എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. എന്തായാലും ഒരു വിധത്തിൽ നമ്മൾ ഒരു 7 മണി ആയപ്പോഴേക്കും നമ്മൾ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്ന് എല്ലാം കണ്ടുപിടിച്ചു എടുത്ത് നമ്മൾ നേരെ പോയി റെസ്റ്റ് റൂമിലിരുന്നു കേട്ടോ. നമുക്ക് 8:45 ഉള്ളായിരുന്നു ട്രെയിന്. അപ്പോൾ അവിടുന്ന് തന്നെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിൻ എടുക്കാൻ ഇനിയും ടൈമല്ലോ ഉണ്ടോ എന്ന് ഓർത്തിട്ട് നമ്മൾ റെസ്റ്റ് റൂമിൽ പോയി ഇരുന്ന് കേട്ടോ. ഇരുന്ന് കഴിഞ്ഞപ്പോൾ 2 പേർക്കും ചിപ്സ് വേണമെന്നൊക്കെ പറഞ്ഞു. അതിന് മെയിൻ കാരണം അവിടെ ഇരുന്ന കുട്ടികളുടെ കയ്യിലെല്ലാം ചിപ്സ് കണ്ടപ്പോൾ 2 പേർക്കും വേണം. അതിന് കൊച്ചാളാണ് എൻ്റെ അടുക്ക് വന്ന് വഴക്കുണ്ടാക്കി, പിന്നെ അവർക്ക് വാങ്ങിക്കൊടുത്തു. അതൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഒരു 7:45 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് എടുത്തു. ഇനി ഒരു 1 hour കൂടെ ഉണ്ട്, എന്നാലും നമ്മൾക്ക് അവിടെ നിന്ന് പോയി നമ്മുടെ പ്ലാറ്റ്ഫോം അപ്പോഴത്തേക്കും ഏതാണെന്ന് അറിഞ്ഞു. അവിടെ പോയി ഇരിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് നമ്മൾ അവിടേക്ക് പോയി കേട്ടോ. നമ്മുടെ ചെറിയ ബാഗുകളായിരുന്നെങ്കിലും ഒരു 4-5 ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാൻ വേണ്ടി ഒട്ടും വെയിറ്റ് ഇല്ലാത്തതായിരുന്നു. എന്നാലും കുഞ്ഞുങ്ങളെയും പിടിച്ച് നടക്കണ്ടേ എത്രയെന്ന് ഓർത്ത് നമ്മളൊരു കൂലിയെ വിളിച്ചപ്പോൾ 200 rupees ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് 1 മണിക്കൂറുണ്ട്, നമുക്ക് പതുക്കെ വെച്ചിട്ടാണെങ്കിലും സാരമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു 3 minutesനുള്ളിൽ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കേട്ടോ. പലപ്പോഴും നമ്മളെയൊക്കെ ഇങ്ങനെ പെട്ടെന്നുള്ള ധൃതിയാണെന്നൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവർ നമ്മളോട് ഓവറായിട്ടായിരിക്കും പൈസ വാങ്ങാറ് കേട്ടോ. അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാനും പാടില്ലല്ലോ. പുള്ളിക്കത് ഒരു 100 രൂപയ്ക്ക് എടുത്തിട്ട് പോകാനുള്ള സാധനമേ ഉള്ളൂ, നിസാരം. എന്നിട്ട് കൂടി നമ്മളതിന് 200 ചോദിച്ചു. നമ്മൾ അന്നത്ര പറഞ്ഞിട്ടും കേൾക്കാഞ്ഞോട്ട് നമ്മൾ തന്നെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഒരു 10 minute ഇരുന്നപ്പോഴും ട്രെയിൻ കൊണ്ടുവന്നിട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. അന്നേരമൊക്കെ വെട്ടവും വിളിച്ചൊന്നുമില്ല. നമ്മൾ നമ്മുടെ മൊബൈലൊക്കെ കത്തിച്ച് വെച്ചു. പിന്നെ അത്യാവശ്യം വെട്ടമുള്ളൊരു സ്ഥലത്തായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ഫുഡും ഒക്കെ കഴിച്ചായിരുന്നു. നമ്മൾ സാൻഡ്വിച്ചാണ് കൊണ്ടുപോയത്. അതാകുമ്പം ഈസി ആണല്ലോ എന്ന് ഓർത്തിട്ട് അതാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചു, എല്ലാം റെഡി ആയിരുന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് കയറി തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. മീൻസ് ആ ഒരു ബോഗി ഫുള്ള്, എങ്ങും നമുക്ക് സീറ്റ് കാലിയായിട്ടില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ആളായിരുന്നു. കാരണം ഡിസംബർ ആണ്, ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റേതായ റഷാണ്. നമുക്ക് തന്നെ നമ്മൾ സെപ്റ്റംബറിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റ് തന്നെ നമുക്ക് കിട്ടിയത് കേട്ടോ. നമുക്ക് കിട്ടിയത് സൈഡ് ലോവറും മിഡിലും അപ്പറും. പിന്നെ എല്ലാവരും കിടക്കുന്ന ഒരു ധൃതി കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഞാനും കൊച്ചാളും ലോവർ സീറ്റാണ് കേട്ടോ, സൈഡ് ലോവറാണ് എടുത്തത്. വലിയാൾ മിഡിലും പപ്പ അപ്പറിൽ മെർത്തിലും കിടന്നേ. അപ്പോൾ ഞങ്ങൾ കിടന്നിട്ടും കൊച്ചാൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഞാൻ പിടിച്ച് കിടത്തി കേട്ടോ. എൻ്റെ കൂടെ കിടക്കുന്നില്ല, എൻ്റെ കാലിൻ്റെ സൈഡിലോട്ടാണ് തല വെച്ച് കിടന്നത്. അപ്പോൾ കൂടെ ഞാൻ വലിയാളെയൊക്കെ എഴുന്നേറ്റ് നോക്കുന്നുണ്ടായിരുന്നു, കാരണം തന്നെ കിടക്കുകയല്ലേ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്നു. എൻ്റെ കൊച്ചാൾ എഴുന്നേറ്റ് കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്നു. ഉറങ്ങിയ ആൾ ഇത് എപ്പോൾ എഴുന്നേറ്റു എന്നറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിയ സമയത്താണ് ആൾ എഴുന്നേറ്റത് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ നീ ഒന്ന് കിടക്ക്. എന്നിട്ട് കിടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നേ. ഞാൻ പിന്നെ വലിയാളെ നോക്കിയപ്പോൾ ആളിങ്ങനെ നിരങ്ങി വന്ന് കിടക്കുന്നു. പിന്നെ ആളെ പിടിച്ച് നേരെയൊക്കെ കിടത്തി എല്ലാം ഓക്കെ ആക്കിയിട്ട് ഞാൻ വന്ന് വീണ്ടും കിടന്നു കേട്ടോ. ഞാൻ ഓർത്ത് ഈ കൊച്ചിന് നട്ടപ്പാതിരേക്ക് ഉറക്കമില്ലേ, ഇതെന്താണപ്പാ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതെന്നൊക്കെ ഓർത്ത് ഞാൻ അവിടെ ഇങ്ങനെ കുറേ നേരം കിടന്നേ. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞെടുത്ത് അതിനെ ഞാൻ പിടിച്ച് നേരെ കിടത്തി. പിന്നെ എനിക്ക് എൻ്റെ ഉറക്കം നന്നായിട്ടൊന്നും വന്നില്ലേ. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങിയപ്പോൾ ഒരു 4 മണി ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് പോയി ബ്രഷൊക്കെ ചെയ്തു, ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും നല്ല തിരക്കാവും അവിടേക്ക്. അപ്പോഴേക്കും കുഞ്ഞാൾ നല്ല ഉറക്കം, വലിയ ആൾ നല്ല ഉറക്കം.
പിന്നെ കുറേ നേരം ഞാനവിടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞിട്ടും ഇനിയിപ്പോൾ എന്തെടുക്കാനാണെന്ന് ഓർത്തിട്ട് വീണ്ടും ഞാൻ കിടന്നു കേട്ടോ. മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് വീണ്ടും കിടന്നു. അപ്പോൾ ഒരു 6:45 ആയപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റു. രണ്ടുപേരെയും ഞാൻ കൊണ്ടുപോയി ബ്രഷൊക്കെ ചെയ്യിച്ച് ഒന്ന് എല്ലാം റെഡിയാക്കി ഇരുത്തി. അപ്പോഴേക്കും എല്ലാവരും ഉണർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയൊക്കെ എഴുന്നേറ്റു. അവർ എറണാകുളത്ത് ഇറങ്ങുന്നവരായിരുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ ട്രെയിൻ പാലക്കാട് വരെ 1 മണിക്കൂറൊക്കെ ലേറ്റായിരുന്നു. പിന്നെ അങ്ങോട്ട് അത്യാവശ്യം സ്പീഡിലൊക്കെ പോയി. എറണാകുളമൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റ് ലേറ്റ് എന്നേ ഉള്ളായിരുന്നേ. പിന്നെ ഇവർ കളിയും ചിരിയൊക്കെ ആയിട്ട് ആ കുട്ടിയായിട്ട് ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. ചായയൊക്കെ രണ്ടുപേർക്കും വാങ്ങിക്കൊടുത്തു. ഞാൻ പാൻ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ഓരോന്ന് കഴിച്ചു. കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അതുമൊക്കെ കഴിച്ച് പിന്നെ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ കാര്യങ്ങളെടുത്തു. പിന്നെ എറണാകുളം കഴിഞ്ഞപ്പോഴേക്കും അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരോട് ആ സീറ്റിൻ്റെ സൈഡിൽ പോയിരുന്നിട്ട് അപ്പച്ചനോട് എന്തൊക്കെയോ വാചം അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബോഗി ഏകദേശം കാലിയായിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമ്മുടെ സ്ഥലം എത്താൻ ഇനിയും കുറച്ച് സമയം കൂടെ ഉള്ളൂ. അങ്ങനെ നമ്മളെ കാഴ്ചകളും ഒക്കെ കണ്ട് ആ ഒരു വിൻഡോ സീറ്റിലിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളിത് 10 മിനിറ്റ് ലേറ്റേ ഉള്ളായിരുന്നു ചെങ്ങന്നൂരെത്തി. നമ്മളെ വിളിക്കാൻ നമ്മുടെ വണ്ടി കൊണ്ട് നമ്മുടെ പള്ളിയിലുള്ള ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനാണ് ഞങ്ങളുടെ ചെറുപ്പകാലം തൊട്ട് ഞങ്ങളുടെ വണ്ടികളൊക്കെ ഓടിക്കാൻ ഞങ്ങൾ വിളിക്കുന്ന ഒരാളാണ് കേട്ടോ, ബിനോയ് അച്ഛനാണ് വന്നത്. പുള്ളിയും പപ്പായുടെ മുന്നിൽ പോകുന്നുണ്ട്. കുഞ്ഞുമണീസ് അവരുടെ പുറകെ പോകുന്നു. ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ പോകുന്നു. ചെങ്ങന്നൂർ എത്തിയപ്പോഴേക്കും നല്ല നമ്മുടെ ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പന്മാർ നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ വണ്ടി എടുത്തിട്ട് വന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ട്രാഫിക്ക് പെട്ടപ്പോഴും ഒന്നും ഇല്ലാത്തൊരു ധൃതിയും കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളാണേലും ഞാനാണേലും പപ്പയാണേലും എങ്ങനെയും ഇനി ഒന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 o'clock ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെ നിന്ന് തിരിച്ചപ്പോൾ. ഇനിയും ഒരു 11:45 ആവും നമ്മൾ വീട്ടിലേക്ക് ചെല്ലാൻ. എന്തായാലും ബാംഗ്ലൂരിലെ പോലെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് ചെല്ലാം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് തന്നെ ആ ഒരു നൈറ്റൊന്നും ഉറങ്ങാത്തതിൻ്റെ ആയിരിക്കും എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ വന്നപ്പോൾ ആ ഒരു ക്ലൈമറ്റും ഒരു വല്ലാത്തൊരിതാണ് കേട്ടോ. അവിടെ നല്ല തണുപ്പായിരുന്നു. ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ കുഞ്ഞുങ്ങളും മയങ്ങി അവിടെ കിടന്നു. പിന്നെ ദേ നമ്മുടെ നാടെത്താറായി എന്നുള്ള ഫീലായി കേട്ടോ. കാരണം റബ്ബറും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്ന സ്ഥലമാണ്. കണ്ടില്ലേ, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത് കാണുമ്പോഴേ എനിക്കറിയാം നമ്മുടെ നാടെത്താറായി എന്നുള്ളത്. പിന്നെ ഉണർന്ന് നേരെ ഇരുന്ന് അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ സ്ഥലം എത്താറായി കേട്ടോ. കാരണം കണ്ടല്ലേ, ഒരുപാട് റബ്ബറും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാടാണ് പത്തനംതിട്ട കോന്നിയായി ഏരിയ ആയി എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മൾ നമ്മുടെ ഇടവഴി കയറി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ഈ ടൈം കണ്ടില്ല, കുഞ്ഞുമണീസ് നല്ല ഉറക്കമാണ്. അവരെ വിളിച്ചു കേട്ടോ. വീടെത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടും 2 പേർക്കും അനക്കമില്ല. പിന്നെ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസമായി. സമാധാനമായല്ലോ എന്നുള്ള ഒരു ഫീല് ആയിരുന്നു. അങ്ങനെ നമ്മൾ കയറുകയാണ്. 2 പേരെയും ഞാൻ തട്ടി വിളിച്ച് ഉണർത്തി. അപ്പോഴേക്കും എൻ്റെ മമ്മി ഓടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും നമ്മളെ കാണാനല്ലെന്ന് നമുക്കറിയാം. ഭർത്താവും മോളും ഒക്കെ വേറെ വഴിക്കാണ്. കൊച്ചുമക്കളെ കാണാനുള്ള ഓടിവരവാണ്. 2 പേരുടെ മുഖം കണ്ടില്ലേ, വലിയാളെ നോക്കിയാൽ ഒട്ടും ഉറക്കം ശരിയായില്ല എന്നുള്ള ഫീലിംഗാണ് കേട്ടോ. കണ്ടില്ലേ, അമ്മമ്മ എന്നാണ് 2 പേരും വിളിക്കുന്നത് കേട്ടോ. അമ്മമ്മയുടെ ഒരു സന്തോഷം നോക്കിയ കൊച്ചുമക്കളെ കണ്ടപ്പോൾ 2 പേരും ആദ്യം ഒന്ന് പോകാനൊന്ന് മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. മെയിൻ കാരണം ആ ഉറക്കത്തിൻ്റെയാണ്. പിന്നെ കൊച്ചാൾ ചാടി മമ്മിയുടെ അടുക്കൽ ചെന്നു. ഞങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഭർത്താവിനെ 3 മാസത്തിന് ശേഷം കാണുകയാണ്. അതിൻ്റെ ഒരു മൈൻഡിനും ഇല്ല. മോളെ കാണുകയാണ്, അതുമില്ല. കൊച്ചുമക്കളെ മാത്രം മതി. ആ വരുന്ന ആളാണ് എൻ്റെ അമ്മച്ചി, അതായത് എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. ആളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ പിടിക്കുന്ന ധൃതിയിലാണ് ഞാൻ. ആളിങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ വലിയാൾ കണ്ടില്ല, പിന്നെ ശരിയായിട്ടില്ല, ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വീട്ടിലെത്തിച്ചേർന്നു. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.